പുഷ്പന്റെ ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചേക്കുന്നത് ഞാനാണ്. ഇന്ന് ഞങ്ങളുടെ ആദ്യരാത്രിയാണ്, അതിന്റെ സെറ്റപ്പാണ്. പുഷ്പയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. പുഷ്പയുടെ അനുഗ്രഹവും അനുഗ്രഹ ആശംസകള് വേണം, എനിക്ക് സപ്പോർട്ട് വേണം. അപ്പൊ നമുക്ക് പൊളിക്കാം. ഒറ്റയ്ക്ക് ട്രെയിൻ ഓടിച്ചത് എവിടെ പോവാ? ട്രെയിൻ ഓടിക്കല്ലേ, ചുമച്ചതാ. ആയിക്കോട്ടെ. ആരതി ഒഴിവാണോ? അല്ല, ആരാ നോക്കുക? അങ്ങോട്ടാ. കണ്ണിന് പ്രശ്നമുണ്ടല്ലേ? അടുത്തുള്ള ഒന്നും കണ്ണി പിടിക്കൂല. ആ, എനിക്ക് വേണ്ടത്. അടുത്തുള്ള കണ്ണി പിടിക്കൂലേ? അടുത്തുള്ളൊക്കെ കണ്ണി പിടിക്കും, പക്ഷെ അടുത്തുള്ള ആൾക്കാർ നന്നായി എന്റെ കണ്ണി പിടിക്കൂല. ഈ ഗോസ്റ്റിനാണല്ലോ കിട്ടിയത്. അതെ, ഈ റെറ്റിനയുടെ കുഴപ്പമാ. റെറ്റിന റെഡിയായാൽ എല്ലാം റെഡിയാകും. ഈ കണക്കിന് പോയ റെറ്റിനല്ല ഒന്നും റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ഏതായാലും നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമല്ലേ, രണ്ടാം വിവാഹം. അതെ അതെ. ഇപ്പൊ എന്റെ ഏട്ടനോടൊന്ന് പറയട്ടെ കേട്ടോ. സങ്കടമുണ്ടോ മനസ്സില്? സങ്കടമുണ്ട്, പറ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുമില്ല ദൈവമേ. സത്യമാണോ സ്വപ്നമാണോ? ഒന്ന് നുള്ളി നോക്കായിരുന്നില്ലേ? നുള്ളി നോക്കാം. അതെ, നുള്ളണം. എവിടെ കൊണ്ടുപോവാ? മുള്ളണം പറഞ്ഞ മുള്ളണമെന്നല്ലെന്ന്. നീ ഇങ്ങനെ സുന്ദരിയായിട്ട് എന്റെ മുന്നിൽ വന്നിക്കല്ലേ, ഒന്ന് നുള്ളി നോക്കണം. എനിക്കിത് സത്യമാണോ കള്ളമാണോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. വാഗപൂത്ത പോലെ വന്ന് നിക്കല്ലേ നീ. വാഗപൂത്ത പോലെയാണ് ഞാൻ ഇരിക്കണേ. ഒന്ന് രണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു, എന്നാലും വാഗപൂത്ത പോലെ വന്നിക്കല്ലേ. അപ്പൊ അത് സത്യമാണോ യാഥാർത്ഥ്യമാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നുള്ളണം. സത്യമാണ്. നമ്മുടെ വിവാഹം കഴിഞ്ഞു, സത്യം വിശ്വസിക്കാൻ പറ്റുള്ളൂ. നുള്ളണം നുള്ളണം നുള്ളണം. എന്തിനാ നുള്ളണേ? എന്നാ വെച്ചേ അണയ്ക്കുവോ? എന്തിനാ റിസ്ക് എടുത്ത് അണക്കണേ? തന്നെ അണങ്ങോളൂല്ലോ. എന്തൊക്കെ ഈ പറയുന്നേ? അയ്യോ, പുതിയതായിട്ട് ഈ വീട്ടിലോട്ട് വന്നതാണ്. അതെ, അത് കാരണം എനിക്ക് ഇതൊന്നും പറ്റുന്നില്ല. എങ്ങനെ തുടങ്ങണേന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആഹാരം എങ്ങനെയാ? ചവച്ചരച്ച് കഴിക്കുക. അതിപ്പോ എല്ലാരും അങ്ങനെയല്ല, അല്ലാതെ ജ്യൂസ് അടിച്ച് കുടിക്കുവല്ലോ. അതല്ല, ഞാനിപ്പോ അണ്ണാന്ന് വിളിച്ചാലോ? അണ്ണാന്ന്? ഏട്ടാ. അയ്യോ, ഇത് പറ്റി? ഒരു പല്ല് തെറിച്ചു പോയി. ഇനി അത് തപ്പിയെടുക്കണം, അല്ലെങ്കിൽ പോപ്പണാന്ന് പറഞ്ഞ് ഞാനെടുത്ത് തിന്നും. വല്ല പൂച്ചെടുത്ത് തിന്നോട്. പിന്നെ നമ്മള് എന്നാലും യാത്രകളാണോ? അതെ അതെ, എന്തെങ്കിലുമൊക്കെ ഒരു യാത്രകളൊക്കെ പോകണ്ടേ? പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഞാന് ബുർജ് ഖലീഫയുടെ 114ാമത്തെ നിലയിൽ നിന്നെ കൊണ്ട് നിർത്തും. സ്വന്തമായിട്ടൊരു ഗുളികയുടെ കവർ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ബുർജ് ഖലീഫയുടെ മുകളിലൊക്കെ പോകാൻ പറ്റുന്ന അത് നടക്കത്തുന്ന കേസല്ല. നമുക്കൊരു കഴിഞ്ഞ എന്റെ മോളുടെ അടുത്തേക്ക് പോവാം. അവളൊരു വിദേശ രാജ്യത്താണല്ലോ. അത് എവിടെയാന്ന് ഞാൻ മറന്നുപോയില്ല. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളൊന്ന് ഓർത്തേന്നേ. നീ ഓർക്ക? അവിടെ തന്നെ. ഏത്? നീ ഓർക്കില്ല. അവിടെ പോവാം. പക്ഷെ ഈ യാത്രയൊക്കെ പോണെങ്കിൽ കൈ പൈസ വേണ്ടേ നമുക്ക്? അത് വേണം. അത് പൈസയ്ക്ക് പൈസ വേണം മോളെ. പൈസ നമ്മുടെ കല്യാണത്തിന്റെ കവർ പൊട്ടിച്ചൊക്കെ ഒരു മനുഷ്യൻ പൈസ ഇട്ടിട്ടില്ല. അതിനിപ്പോ ചേട്ടാ ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊളിയാൻ പോണ ചിട്ടിയിലേക്ക് കമ്പനിയിലേക്ക് ആരെങ്കിലും പൈസ ഇല്ല, അതില്ല. അപ്പൊ അവര് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇച്ചിരി ചെറുപ്പമാട്ടോ ഇതൊക്കെ നരമ്പ്. ഞാൻ ജെൻസിയാ, ഞാൻ ജെൻസി പയ്യനാ. ഞാൻ ഏതാ ജിൻസി? ഏതാ ജിൻസി അല്ലെന്ന്, യൂത്താണ് ഞാൻ. ഇതൊക്കെ ഡൈ ചെയ്ത് കഴിച്ചാലുള്ള പ്രശ്നമൊക്കെ ഉള്ളൂ. ജെൻസി പയ്യനല്ലേ? നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതം അറിയാമല്ലോ. ഇങ്ങനെ ഒരു ജീവിതം. എനിക്ക് കുറെ സ്വത്തുക്കൾ ഞാൻ സമ്പാദിച്ചു വെച്ചു. അവകാശികൾ വേണം. അവകാശി വേണം. അവകാശികൾ വേണം. അറിഞ്ഞോണ്ടാണല്ലോ ഞാൻ റിസ്ക് എടുത്തേക്ക് വന്നേക്കണേ. അതല്ലടി, അവകാശികൾ വേണ്ട ഇതൊക്കെ കൈകാര്യം. അതിനല്ലേ മനുഷ്യൻ ഞാനിങ്ങ് വന്നേക്കണേന്ന്. അതല്ല, അതൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊരു തലമുറ എപ്പോഴാ അലമുറ കേൾക്കണേന്ന് നോക്കി നേരാണ് തലമുറ. അതല്ലെന്ന്, ഇതൊക്കെ ഒന്ന് കൈകാര്യം. ഒരു മക്കള് വേണമെന്നാണ് നിങ്ങൾ പറയണേ. ഒരു ബേബി വേണം. ബേബി വന്ന പ്രശ്നങ്ങളെല്ലാം മാറും. ഒരു ബേബി വരട്ടെ. എവിടെ പോവാ? പെട്ടിവണ്ടി അടിക്കണേ ബേബി അല്ലേ? ഒന്ന് വരാ. ചേട്ടന് എന്താ വിഷയം? അതല്ലെന്ന് പിന്നെ നമുക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞിക്ക. അങ്ങനെ പറ. വളച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ. കുഞ്ഞിക്കാണോ? ഇടി ആ സ്റ്റാൻഡിൽ എല്ലാവരുടെയും നമ്പർ നിന്റെ ഉണ്ടോ? അതാണോ ഈ പറയുന്നത്? പിന്നെ ഈ കേസ് നിങ്ങൾ പറയാം. നമുക്ക് ഇനി കുഞ്ഞുങ്ങൾ വേണം, ഇനി ഒരു മക്കള് വേണം നമുക്ക്. നിങ്ങൾ എന്നാ വർത്താനം പറഞ്ഞത്? നിങ്ങൾക്ക് മക്കളുണ്ട്, എനിക്കും മക്കളുണ്ട്.
ഇനി നിങ്ങളുടെ മക്കളും എന്റെ മക്കളും കൂടി നമ്മുടെ മക്കളുമായിട്ട് വിഷയം ഉണ്ടാവില്ലേ? എങ്ങനെ? നിങ്ങൾക്ക് മക്കളുണ്ട്, എനിക്കും മക്കളുണ്ട്. അപ്പൊ നിങ്ങളുടെ മക്കളും എന്റെ മക്കളും കൂടി നമ്മുടെ മക്കളുമായിട്ട് വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. ആരൊക്കെ മക്കള്? എനിക്കറിയാൻ പാടില്ല. അതെ, നമുക്ക് നമ്മുടെ ആദിരാത്രിയുടെ രണ്ടാമത്തെ ആണെങ്കിലും വൈകി വന്ന വസന്തമാണല്ലോ നീ. അതെ അതെ. അപ്പൊ നമ്മൾ ആദിരാത്രിയിലേക്ക് കടക്കാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഓർമ്മ പോയിരിക്കുകയാണ്, എന്നാലും ഓർത്തിരിക്കാൻ കുറച്ച് നിമിഷങ്ങളാണ്. ഞാൻ നിന്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ. എന്താ എന്താ പുതുപ്പെണ്ണാണെന്ന് അറിയിച്ചതാണ്. 3 മക്കളും അതിന്റെ കൊച്ചുമക്കളും ഇനി എന്താ പുതുപ്പെണ്ണ? എനിക്ക് വന്നേ പറയട്ടെ. അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ അപ്പൊ ജീവിതത്തിന്റെ ഈ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങള് നമുക്ക് ഇരുന്നങ്ങ് സംസാരിച്ചാലോ? കട്ടിലെ ഇരുന്നങ്ങ് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇത് അതുപോലെ തന്നെ സംഭവിച്ചു. പുഷ്പനായത് നീ പുഷ്പനോട് അനുവാദം ചോദിക്കാതാണ് കല്യാണത്തിന് നിന്നത്. പുഷ്പം വന്ന് ശല്യപ്പെടുത്തു കേട്ടോ. പുഷ്പേട്ട ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞ ഒന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിന് സമ്മതിച്ചത്? പിന്നെ എന്തിനാ എന്തെങ്കിലും ശല്യം ചെയ്യുന്നത്? അതിന്റെ മേളിലൊന്നും നീ ആഗ്രഹിക്കുന്നു. എനിക്കിത് അറിയായിരുന്നു. ഞാൻ മന്ത്രവാദം എടുത്ത് പോയി ആത്മാവ് വന്ന് ശല്യപ്പെടുത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. അയാൾ പൂജിച്ചു തന്ന വെള്ളം ഇത് കുടഞ്ഞാൽ പുഷ്പൻ ഈ ഭരിത പുഷ്പ 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 വെറുതെ പുഷ്പ അടിക്കണം. പുഷ്പ താഴത്തില്ല. അയ്യോ പോയി അവൻ പോവും. അതെ അവൻ പോയി. പുഷ്പം പോയി. നമ്മള് നമ്മുടെ ജീവിതത്തിലെ അസലഭ നിമിഷങ്ങൾ പുഷ്പം പോയിടി.